ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുരന്തമായി ഹണിമൂൺ. ചീഞ്ഞ നിലയിൽ ഭർത്താവിൻ്റെ മൃതദേഹം. നവവധു എവിടെ? മേഘാലയ ഹണിമൂൺ മേർഡർ. എന്താ വാർത്ത നോക്കട്ടോ. മധുവിധു ആഘോഷിക്കാൻ മേഘാലയയിലെത്തിയ ദമ്പതികൾ സോനവും രാജ രഘുവംശിയും ഒന്നിച്ചൊരു ജീവിതം ആസ്വദിച്ചു തുടങ്ങിയ പുതുമോടികളുടെ സ്വപ്നങ്ങളാണ് ചവിട്ടി അരയ്ക്കപ്പെട്ടത്. ചിറാപുഞ്ചിക്കടുത്ത് ഒരു മലയിടുക്കിൽ നിന്ന് വികൃതമായ നിലയിൽ രാജയുടെ മൃതദേഹം കിട്ടി. മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതശരീരം. സോനത്തിനെ ഇപ്പോഴും കാണാനില്ല. ദുരൂഹത തുടരുകയാണ്. മേഘാലയയിൽ ഇൻഡോർ ദമ്പതികളുടെ ഹണിമൂൺ എങ്ങനെ ദുരന്തമായി മാറി? മെയ് 11 വിവാഹിതരായ രാജയും സോനുവും മധുവിധു ആഘോഷിക്കാൻ മെയ് 20 ഗുവാഹത്തിയിലേക്ക് പോയത്. മെയ് 22 അവർ ഷിലോങ് നഗരത്തിൽ നിന്ന് ഒരു സ്കൂട്ടർ വാടകയ്ക്കെടുത്തു. അന്നേ ദിവസം മേഘാലയയിലെ ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലെ നോൺഗ്രിയത് ഗ്രാമത്തിലുള്ള ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ, അതായത് മെയ് 23 അവർ ഹോം സ്റ്റേയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി. അന്ന് ചിറാപുഞ്ചിയിലെത്തിയ ദമ്പതികൾ വീട്ടിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ശേഷം ഒരു വിവരവുമില്ല. ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയതാവാമെന്ന സംശയം ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. പ്രദേശത്തെ ഹോട്ടൽ ജീവനക്കാർക്കും ഗൈഡുകൾക്കും ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നവർക്കും പങ്കുണ്ടാവാമെന്ന സംശയവും കുടുംബം പറഞ്ഞിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന വ്യക്തമായ സൂചനകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. മെയ് 24 ഷിലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സോരയിലേക്കുള്ള റോഡ് അരികിലെ ഒരു കഫേക്ക് പുറത്ത് ഉപേക്ഷിച്ച നിലയിൽ അവരുടെ സ്കൂട്ടർ കണ്ടെത്തി. അന്വേഷണത്തിൽ നോൺഗ്രിയത് ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള ഒരു മലയിടുക്കിൽ നിന്നാണ് രാജ രഘുവംശിയുടെ മൃതദേഹം അഴുകി തുടങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഒരു വടിവാളും ചൊവ്വാഴ്ച മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയതായി പോലീസ് വെളിപ്പെടുത്തി. വലത് കൈയിലെ രാജ എന്ന ടാറ്റുവിൽ നിന്നാണ് സഹോദരൻ വിപിൻ രഘുവംശി മൃതദേഹം രാജയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു സ്ത്രീയുടെ വെള്ള ഷർട്ട്, മരുന്നിന്റെ ഒരു സ്ട്രിപ്പ്, മൊബൈൽ ഫോണിന്റെ LCD സ്ക്രീനിന്റെ ഒരു ഭാഗം, ഒരു സ്മാർട്ട് വാച്ച് എന്നിവയും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF ഉൾപ്പെടെയുള്ള വിവിധ സംഘങ്ങൾ സോനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അപകടകരമായ ഭൂപ്രദേശങ്ങളിലും ഇടതൂർന്ന വനങ്ങളിലും മലയിടുക്കുകളിലുമെല്ലാം ഡ്രോണുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്നാൽ തുടർച്ചയായ മഴയും ദുഷ്കരമായ ഭൂഭാഗവും തിരച്ചിലിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാണാതാവുന്നതിന് തൊട്ടു മുൻപ് സോനം രാജയുടെ അമ്മയോട് ഫോണിൽ സംസാരിച്ചിരുന്നു. വനപ്രദേശത്ത് ട്രക്കിംഗ് നടത്തുന്നതിനിടെ സോനവും അമ്മായിയമ്മയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുമുണ്ട്. ക്ലിപ്പിൽ നമ്മളിപ്പോൾ കയറുകയാണ്, പിന്നീട് സംസാരിക്കാമെന്ന് സോനം പറയുന്നത് കേൾക്കാം. ഇന്ന് ഉപവാസമല്ലേ എന്ന് അമ്മായിയമ്മ ചോദിക്കുന്നു. അതേ എന്നും ഈ യാത്രയ്ക്കായി ഉപവാസം ഉപേക്ഷിക്കില്ല എന്നും സോനം മറുപടിയും പറയുന്നുണ്ട്. കുത്തനെയുള്ള ഭൂപ്രദേശത്തെക്കുറിച്ചും മോശം കാലാവസ്ഥയെക്കുറിച്ചും സോനം അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് സംഭാഷണം തുടർന്നു. നമ്മളൊരു ഇടതൂർന്ന വനത്തിലാണ്, ഇവിടെ ഒന്നും ലഭ്യമല്ല. താൻ രാജയോട് പോകരുതെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ കേൾക്കുന്നില്ല. താൻ ക്ഷീണിതയാണ്, ഇവിടുത്തെ ഭക്ഷണവും നല്ലതല്ല, നടക്കുമ്പോൾ ശ്വസിക്കാൻ പ്രയാസമാണ്, സോനം പറഞ്ഞു. മറ്റൊരു ക്ലിപ്പിൽ രാജ് തന്റെ അമ്മയോട് സംസാരിക്കുന്നത് കേൾക്കാം. ശബ്ദ സന്ദേശവും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണ്. ഈ കേസിൽ CBI അന്വേഷണം വേണമെന്ന് കുടുംബം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സോനത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികവും കുടുംബം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം മേഘാലയയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് വീണ്ടും വഴിതെളിച്ചിരിക്കുകയാണ്. സമീപ മാസങ്ങളിൽ ജില്ലയിൽ നടക്കുന്ന 2ാമത്തെ സംഭവമാണിത്. ഈ വർഷം ഏപ്രിലിൽ ഒരു ഹംഗേറിയൻ യാത്രികൻ പോസ്കാസ് സോൾട്ട് സമാനമായ സാഹചര്യത്തിൽ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാർച്ച് 29 പുലർച്ചെ 3:45 ഷിലോങ്ങിലെ ഒരു ഹോട്ടലിൽ സോൾട്ട് മുറിയെടുത്തിരുന്നു. അതേ ദിവസം തന്നെ രാവിലെ 9 മണിയോടെ അദ്ദേഹം ഒരു ടാക്സിയിൽ സോറ പ്രദേശത്തേക്ക് പോയതായിരുന്നു. ശേഷം കാണാതെയായി. 12 ദിവസത്തിന് ശേഷം റാംഡൈറ്റ് ഗ്രാമത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. മേഘാലയ പ്രകൃതി രമണീയമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളിൽ ഭയവും ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. അടുത്തടുത്ത് നടന്ന ഈ 2 സംഭവങ്ങളും ടൂറിസ്റ്റുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അധികാരികളുടെ ശ്രദ്ധ വേണ്ട രീതിയിൽ ഈ വിഷയത്തിൽ ഉണ്ടാവണം. ഈ ദാരുണ സംഭവങ്ങൾക്ക് പിന്നിൽ ആരാണെന്നും കണ്ടുപിടിക്കണം. ലഭ്യമായ തെളിവുകളും സാഹചര്യങ്ങളും പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. സോന, അവൾക്ക് എന്താണ് സംഭവിച്ചത്? മൺസൂണിൽ മഴ പെയ്യുന്ന മലനിരകൾ കാണാൻ മേഘാലയയിലേക്ക് വണ്ടി കയറുന്നവരുടെ മനസ്സിൽ ഈ അനുഭവ കഥ നൊമ്പരപ്പെടുത്തുന്ന ജാഗ്രതയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് വാർത്ത. ഇതിന് താഴെ 2 കമൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ആരാണ് കമൻറ്റ് ചെയ്തതെന്ന് പറയുന്നില്ല, ചുമ്മാ നോക്കുകയാണ്. വധുവിൻ്റെയും വരൻ്റെയും ഫോൺ കോൾ പരിശോധന നടത്തട്ടെ. അതിന് താഴെ വധുവിൻ്റെ കാമുകൻ വന്ന് ചെയ്ത പണിയായിരിക്കും. അതായത് വധുവിൻ്റെ കാമുകൻ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള കാമുകീനെ തട്ടിക്കൊണ്ട് പോയി. അങ്ങനെയാണോ നെറേറ്റീവ്? മറ്റേ ചെങ്ങായിനെ ഭർത്താവിനെ വെട്ടിക്കൊന്നു.
അതാണ് സംഗതി. വാക്കത്തി കിട്ടി എന്നൊക്കെയല്ലേ ഇവിടെ പറയുന്നത്. ഇത് വേറെ രീതിയിലായിക്കോട്ടെ, ദർസ് എ ചാൻസ് അല്ലേ, ആളുകൾക്ക് എന്ത് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാലോ. അതിൽ വേറൊരു സംഗതി, ഇത് അവിടെയുള്ള ഏതെങ്കിലും ആൾക്കാർ കാശിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയിട്ട് മറ്റേ മൂപ്പരെ അത് തടഞ്ഞ മറ്റേ മൂപ്പരെ കൊന്നതാണെങ്കിലോ, അവരെ കയ്യിലുള്ള കാശോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതികൾ അടിച്ചു മാറ്റി പോയതാണെങ്കിലോ, അപ്പോൾ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയായിരിക്കും. അപ്പോൾ ഈ ചെങ്ങനെ കൊന്നിട്ട് പെണ്ണിനെ മാത്രം തട്ടിക്കൊണ്ട് പോകുക എന്നാണോ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും തട്ടിക്കൊണ്ട് പോകണ്ടേ? കാശായിരുന്നു ഇവർ ആവശ്യമെങ്കിൽ, എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യൂലേ? എനിക്ക് വന്നത് അല്ലെങ്കിൽ പിന്നെ കള്ള്, കഞ്ചാവ്, ക്രിമിനൽസ് അങ്ങനെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരിക്കാം. ഒന്നാമത്തെ ഒരു മൺസൂൺ ടൈമിലൊക്കെയാണല്ലോ പോകുന്നത്. മേഘാലയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ. അപ്പോൾ ഒരുപക്ഷെ അവിടെ ആൾക്കാർ മദ്യലഹരിയിലോ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നെങ്കിലോ, ഇവർ ആ ഒരു കിക്കിലായിരുന്നെങ്കിലോ, വടിവാളൊക്കെ ആയിട്ട് ക്രിമിനൽസ് അവിടെ ഉണ്ടായിരുന്നെങ്കിലോ, അപ്പോൾ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അല്ലേ അറിയില്ല. അങ്ങനെ കുറേ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ രണ്ടുപേര് പോവുകയാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന അനുഭവമാണത്. ഇത് മറുനാടനിൽ ഇതിനെക്കുറിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട്. പെരുമഴയിൽ കുതിർന്ന പെരുമഴയിൽ കുതിർന്ന വധുവിൻ്റെ ഷർട്ട് നവദമ്പതികളെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. എന്താ വഴിത്തിരിവ്? മേഘാലയയിലെ ഹണിമൂൺ ആഘോഷത്തിനിടെ നവദമ്പതികളെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. ദമ്പതികളെ കാണാതാകുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെ ദുരൂഹതയുടെ ആക്കം കൂട്ടുന്നു. രജിസ്ട്രി ബുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവുമായി സംസാരിച്ചു നിൽക്കുന്ന സോനയുടെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പിന്നാലെ ഹോം സ്റ്റേയിൽ ചെക്ക് ഇൻ ചെയ്ത് കൂളായി നടന്നു പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. അതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകളുണ്ട്. അതായത് എങ്ങനെയാണ് പബ്ലിക് ഇതിനോട് റെസ്പോണ്ട് ചെയ്യണത്, അവരെന്താണ് ചിന്തിച്ച് കൂട്ടുന്നുള്ള സാധനമാണ്. വേറെ ഒരിടവ് ഇവർക്ക് കിട്ടിയില്ലേ? മേഘാലയയിൽ പോണത് എത്ര വലിയ തെറ്റാണോ? അതാണ് പ്രശ്നമാണോ? എന്താ മേഘാലയക്ക് എന്താ വലിയ വിഷയം? സോനം ended her relationship with her ex-boyfriend and is now living happily in another city. സോനം ended her relationship with her ex-boyfriend. സോനം അവളുടെ മുമ്പത്തെ ബോയ്ഫ്രണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് വേറൊരു സിറ്റിയിൽ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന്. എന്താ ഉദ്ദേശിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? കള്ളക്കാമുകൻ ചെയ്ത പണിയാകും. People go to unknown places with a newly wed girl. You don't know the local conditions of the places and the social conditions. ആൾക്കാർ പുതുതായിട്ട് കല്യാണം കഴിച്ചാൽ ഭാര്യ ഭർത്താവും കൂടി പെണ്ണും ചെക്കനും കൂടി കല്യാണം കഴിഞ്ഞിട്ട് അവരിത് വേറെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകണം. അവിടെയുള്ള ആളുകളുടെ കണ്ടീഷൻസ്, അവിടെയുള്ള ലോക്കൽ കണ്ടീഷൻസ്, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, സാഹചര്യങ്ങൾ എന്താ അറിയില്ല. Such as people friendly with the tourists or they make problems or looting and harming them. അതായത് ആളുകൾ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഫ്രണ്ട്ലി ആണോ അതോ അവരെ കൊള്ളയടിക്കുക ഉപദ്രവിക്കുകയാണോ ഒക്കെ ചെയ്യാമെന്ന് അറിയില്ല എന്ന്. വി മസ്റ്റ് നോ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണമെന്ന്. ആളുകൾ പല രീതിയിലാണ്. നമുക്കൊരു സാഹചര്യം മനസ്സിലായി അത്രയും നല്ലതില്ലേ. ഫോർ സേഫ്റ്റി വൺ മസ്റ്റ് ഹാവ് ഗൈഡ് വെൻ യു ട്രാവൽ ടു റിമോട്ട് അൺനോൺ പ്ലേസസ്. നമ്മൾ ഇങ്ങനെ റിമോട്ടായിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഗൈഡ് വേണം. ഗൈഡ് ഒരാൾ വേണം. ക്രൈം വേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ക്രൈം വേഴ്സാണ്. ഒരുപാട് ക്രൈമുകൾ, വളരെ മോശമായ രീതിയിലുള്ള ക്രൈമുകൾ നടന്നിട്ട്. ക്രൈമുകളൊക്കെ മോശമാണ് അല്ലേ, ക്രൂരമാണ്. വേറെ വല്ല വാർത്ത പോകുന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് സംഗതി. അപ്പോൾ സേഫായിട്ടിരിക്കുക, ആളുകൾ സേഫായിട്ടിരിക്കുക. ഇതിലെ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ, സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ സങ്കടമൊന്നുമല്ല കേട്ടോ മൊത്തത്തിൽ. ഇങ്ങനെയൊക്കെയാണ് ലൈഫിലെ. എന്ത് ആലോചിച്ചിട്ടാണ് കല്യാണം കഴിച്ചിട്ട് പെണ്ണിനെ കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോവുക? എപ്പോഴാണ് നമ്മുടെ കഴുത്തിൽ കത്തി വീഴുക എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ആരൊക്കെ പേടിക്കണം? കാമുകനെ പേടിക്കണം, അവിടെയുള്ള ആൾക്കാരെ പേടിക്കേണ്ടി വരും, എല്ലാവരും പേടിക്കേണ്ടി വരില്ലേ. പക്ഷെ എന്തപ്പത്. എന്തായാലും വേറെ വീഡിയോയിൽ നമുക്ക് കാണാം ഗൈസ്. ബൈ ബൈ.